പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 22 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ന് ജോലിക്ക് പോകുന്ന എല്ലാവരെയും ഈശോനാമത്തെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. യാത്ര തുടങ്ങിയ അവസാനം വരെ നിൻ്റെ ആകുലതകൾ, നിനക്ക് ആകുലത ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ കർത്താവ് വഴിമാറ്റി വിടുകയും വേസ്റ്റായിട്ടുള്ള ടോക്കുകൾ ഉണ്ടാവാതിരിക്കാൻ കർത്താവ് നിന്നെ ബന്ധിക്കട്ടെ. നിൻ്റെ മനസ്സിനെ ഭരിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ
കണ്ടുമുട്ടാതിരിക്കാനും ആ സിറ്റുവേഷൻ ഒഴിവാകാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അഥവാ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട്, സ്വർഗസ്ഥനായ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ഈ ദുരിത സാഹചര്യങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ജോലി യാത്ര, പരീക്ഷയ്ക്കുള്ള യാത്ര, പരീക്ഷാ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇൻ്റർവ്യൂവിൻ്റെ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ നല്ല റിസൾട്ടുകൾ നിനക്ക് വരാൻ ഈ റിസൾട്ട് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് ഈ മഴയുടെ കാലവും വെള്ളത്തിൻ്റെ ശല്യവും രോഗത്തിൻ്റെ പെരുപ്പവും മനസ്സിൻ്റെ ഇടർച്ചയും ഉറക്കമില്ലാത്ത അവസ്ഥയും കുടുംബത്തിൻ്റെ ദുരിതങ്ങളും കർത്താവ് ആരെല്ലാം എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പുതപ്പ് എൻ്റെ ഉള്ളിലാകട്ടെ. അവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി തേടി പോകുന്നവർ, കുടുംബത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവർ, സാമ്പത്തിക ക്ലേശവും കടവും അനുഭവിക്കുന്നവർ, മനസ്സിൽ വല്ലപാടും ചത്താൽ മതിയെന്ന് പോലും പൈശാചികമായിട്ട് ചിന്തിച്ച് പോകുന്നവർ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ മറിയാം പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കട്ടെ. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ടെസ്റ്റിൻ്റെ റിസൾട്ടിന് പോകുന്നവർ, ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിന് പോകുന്നവർ, അതിൻ്റെ ടെസ്റ്റിന് പോകുന്നവർ, കർത്താവെ എല്ലാവരെയും നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ ഇന്ന് തുടക്കം കുറിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വീടായിരിക്കാം, ചിലപ്പോൾ വീട് വെക്കുന്നതാകാം, ചിലപ്പോൾ കട്ട്ല വെക്കുന്നതാകാം, ചിലപ്പോൾ അടിത്തറ ശിലപാകുന്നതാകാം. കർത്താവെ എന്തു തന്നെയായാലും ഇന്ന് കയറിപ്പുറതിയുള്ളവരാകാം. അങ്ങനെയുള്ള എല്ലാ മേഖലകളും, വിവാഹം അന്വേഷിക്കുന്ന ഉൾപ്പെടെ, അടിയന്തരം നടക്കുന്ന ഉൾപ്പെടെ, നിൻ്റെ വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, നീയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതവും ജീവിത ചുറ്റുപാടുകളും സഹപ്രവർത്തകരും സഹസഞ്ചാരികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ റിൻസി ജോസഫ് എന്ന് പറഞ്ഞ മോള് സാക്ഷ്യം പറയാറ് നല്ലൊരു രസമുള്ള സാക്ഷ്യമാണ് ഈ ദിവസം. അപ്പം അവർക്ക് 4ാമത്തെ കുഞ്ഞിനെ വേണം. അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആയപ്പോൾ മാതാവിൻ്റെ അടുത്ത് അവർ ഉടമ്പടി, നല്ല പക്ക ഉടമ്പടിയിലാണ്. മാതാവിനോട് പറഞ്ഞ് മാതാവ് ഇതിൽ ആൺകുഞ്ഞെ കൊള്ളാമെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷേ അമ്മയോട്ട് അവർക്ക് ഇങ്ങനെ ഉടമ്പടി ത്രൂ കമ്മ്യൂണിക്കേഷനുള്ള ആ സ്റ്റേജിലെത്തിയായിരുന്നു. അപ്പം അമ്മ രാത്രി ഇവളോട് സംസാരിച്ചു, നിനക്ക് ആൺകുഞ്ഞാണ് ലഭിക്കാൻ പോകുന്നത്, അവൻ്റെ പേരിൽ അവന് എൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നീ അവന് മിഖായേൽ മറിയം എന്ന് പേരിടണമെന്ന് പറഞ്ഞു. നമ്മൾ ആൾക്കാർക്കൊക്കെ പേരിടുന്നില്ലേ? അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശുദ്ധന്മാരുടെ പുണ്യാളന്മാരുടെയൊക്കെ പേരിടുമായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണം ലഭിക്കാനാണ്, ആ വിശുദ്ധൻ്റെ സംരക്ഷണം ലഭിക്കാനാണ്. നമ്മളുടെ ഒരു 1970 ശേഷമുള്ള 75 ശേഷമുള്ള മാതാപിതാക്കന്മാർക്ക് എവിടെയോ വെച്ച് സഭയിൽ നല്ലൊരു ഗ്യാപ്പ് വന്നായിരുന്നു. ഞാൻ ആ കാലങ്ങളിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഓർക്കുന്നുണ്ട്, പള്ളികളിൽ ആളൊക്കെ ഇല്ലായിരുന്നു, ആൾ കുറവായിരുന്നു. അപ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സഭയിൽ ലോകാരൂപികൾ കൂടിയായിരുന്നു. പിന്നീട് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വന്നപ്പോഴാണ് ഈ പഴയ അരൂപി തിരിച്ചു വരാൻ തുടങ്ങിയത്. പഴയ അരൂപിലേക്ക് സഭ തിരിച്ചു വരാൻ മതി. ഇതൊക്കെ നമ്മൾ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മാതാപിതാക്കന്മാരെല്ലാം അൺക്രിസ്ത്യൻ പേരുകളാണ് മക്കൾക്കിട്ടത്. അത് അവരെ വളർത്തുന്ന പട്ടിയുടെ പേര് വരെ ഇട്ടിട്ടുള്ളവരുണ്ട്. അവരെ വളർത്തണമെന്നല്ല, അറിയാത്തില്ല, ഒരു പേരിട്ട് വെക്കും. എന്തെങ്കിലും തിരക്ക് പിടിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒരു പട്ടിയുടെ പേരായിരിക്കും. അപ്പം അത്രയും വളരെ മോശമായി പോയായിരുന്നു. അല്ല, അത് പേരിൻ്റെ അകത്ത് എന്ത് കാര്യമുണ്ടെന്നല്ല, അതിൻ്റെ അകത്ത് ജാതിയും വർഗീയതയൊന്നും അല്ല പ്രശ്നം. അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് ആ വിശുദ്ധൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിശ്വാസം പോയൊരു തലമുറയാണ് അവിശ്വാസമായ പേരുകൾ ഇട്ടത്. അത് ഇപ്പോൾ എന്തുമാത്രം പല പേരുകളും നോക്കുമ്പോൾ ഇപ്പോൾ അവർ ക്രിസ്ത്യനാണ് ചേർക്കാൻ വേണ്ടി അപ്പൻ്റെ പേര് ചേർത്തായിടണത് എന്തൊരു ബാധ്യതയാണ്.
അപ്പൻ്റെ പേരോട് ചേർത്താൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അത് ക്രിസ്ത്യൻ പേരാണെന്ന്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വന്ന ഒത്തിരി ഒരു 2000-ന് ശേഷം ബിബ്ലിക്കലായിട്ടുള്ള പേരുകൾ വന്നിട്ടുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനാണോ നോൺ ക്രിസ്ത്യാനാണെന്ന് അറിയത്തില്ലെങ്കിലും ആ പേര് ബിബ്ലിക്കലായിരിക്കും. അത് നല്ലൊരു ശതമാനം പേരും അങ്ങനെ വിശ്വാസത്തിൻ്റെ വെളിച്ചം പോലുള്ള പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് അങ്ങനെയല്ല. ഈ റിൻസി ജോസഫ് മാതാവ് പറയണത് അവൻ ആൺകൊച്ചാണെങ്കിലും അവന് മറിയോ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കാര്യം എന്തിനാണ്? എൻ്റെ സംരക്ഷണം ലഭിക്കാനാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര രണ്ട് വിഷയമാണ്. ഇനി റിൻസി ജോസഫിൻ്റെ വിശ്വാസ നിലവാരം 2 സ്ഥലത്ത് വെച്ച് ഇങ്ങനെ വിറങ്ങലിക്കണ കാണാം. ഒരു പ്രാവശ്യം വിറങ്ങലിച്ചെന്ന് പറയണത് ഈ കൊച്ചിനെ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ഇതിൻ്റെ സ്പൈനൽ കോഡ് കാണാനില്ല, അതുകൊണ്ട് ഇത് പെങ്കൊച്ചക്കാരാണ് സാധ്യത എന്ന് പറയും. അപ്പോൾ ഇവൾ ഉടനെ ഡെസ്പായിട്ട് മാതാവിനോട് പറയും, മാതാവ് ഞാൻ നിന്നോട് ആൺകൊച്ചല്ലേ ചോദിച്ചതെന്ന് പറയും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ആശുപത്രിയുടെ സ്കാനിങ് റൂമൊക്കെ ചാര കളറായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ വിശ്വാസം ഇല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബ്ലിങ്കിങ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നുന്നു. അങ്ങനെയല്ല, വിശ്വാസിയുടെ അനുഭവത്തിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്. അപ്പോൾ ഈ റിൻസി പറയണത് ഇൻക്ലൂഡിങ് ദ കർട്ടൻ ക്ലോത്ത് ഇതെല്ലാം സിൽവർ ഗ്രേ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ആ സെക്കൻഡിൽ വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ സ്പൈനൽ കോഡ് കാണുകയും ഇത് ആൺകുഞ്ഞാണെന്ന് ഡോക്ടർ പറയുകയും ചെയ്യും. അപ്പോൾ അവൾ പറയണത്, ആ കുട്ടി പറയണത്, മാതാവ് എൻ്റെ ആശങ്കകൾ കേട്ട് നേരിട്ട് അവിടെ സഞ്ചാരി മാതാവ് എത്തിയാണ് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയണം. പക്ഷേ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ നേരത്തെ പറഞ്ഞായിരുന്നു അവൻ്റെ പേര് മിഖായേൽ മറിയോ എന്നാണ്. അപ്പോൾ ഇവൾക്ക് വേറൊരു പ്രശ്നം വന്നായിരുന്നു. മിഖായേൽ ഓക്കെയാണ്, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും 6 ചേർത്തുള്ള പേരാണ്. അപ്പോൾ ദൈവമായിട്ട് ഗുസ്തിയാണ്. ഒരു പേരുണ്ടാക്കി അതിനെ ഋതം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് ഇതാണ് നമുക്ക് വരുന്ന പ്രശ്നമേ. ദൈവ ആലോചന ഒന്നും ചെയ്യത്തില്ല, സ്വന്തമായിട്ട് അങ്ങോട്ട് കീച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ പാളത്തെ കയറി സ്റ്റിക്ക് ഒണിച്ചിട്ട് കിടക്കും, ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ച് കിടക്കും. അമ്മ പറഞ്ഞ അവരൊരു മിഖായേൽ. അപ്പോൾ ഇവർ പറഞ്ഞ് 6 ആണല്ലേ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും, എങ്ങനെയാണ് മിഖായേൽ ആരണത്? അപ്പോൾ ഇവർക്ക് അത് ശരിയാണോ, എനിക്ക് കേട്ടതാണോ എന്ന് അറിയാൻ പറ്റാതെ ഇവൾ വിശ്വാസ പ്രമാണം ചൊല്ലി വചനം എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അവൻ മിഖായേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗം കിട്ടി. ആ ഫസ്റ്റ് കിട്ടും. അപ്പോൾ അവർക്ക് ബോധ്യമായി ആ അമ്മയാണ് അത് ചെയ്തതെന്ന്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റിൻസി ഒരു 90% ഉടമ്പടിയിലാണ്. ഈ 90% ഉടമ്പടിയിലാകുമ്പോഴാണ് ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻസ് വരണത്. ഇപ്പോൾ നമ്മളെപ്പോഴും നിങ്ങൾ ഉടമ്പടികളിൽ പുതുക്കുമ്പോഴേ, നിങ്ങൾ പുതുക്കുമ്പോൾ പേപ്പർ പുതുക്കിയ നിറം മാറ്റണമല്ല പ്രശ്നം, മറിച്ച് ഉടമ്പടി അതനുസരിച്ച് വളർന്നു വരുന്നവർ ദൈവാനുഭവത്തിലും ദൈവസാക്ഷ്യത്തിലും വളരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു വളർച്ച എന്നൊക്കെ വേണം. അല്ലാതെ നിങ്ങളിപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അവർ പറയണത് ജോലി കിട്ടാനാണ്, അതുപോലെ തന്നെ ബാങ്ക് ലോൺ കിട്ടാനാണ് ഉടമ്പടി എടുക്കുന്നത്. അതിന് ബാങ്കിൽ പോയാൽ പോരെ, അതുപോലെ തന്നെ വിസ പുതുക്കാനാണ്. നിങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉടമ്പെടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് ആ നിയോഗം നിറവേറുന്നുണ്ട്. പക്ഷേ ദൈവമായിട്ട് അവർക്ക്, എൻ്റെ മക്കളെ, ദൈവം തന്നെയായിരിക്കണം നിയോഗത്തിൻ്റെ ഉടമ്പടി ഏറ്റവും വലിയ നിയോഗം. റിൻസി ജോസഫിന് സാക്ഷ്യം പറയാൻ ഭയങ്കര ചളിപ്പായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അത് പരസ്യമായിട്ട് പറഞ്ഞാൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് അമ്മ അവൾക്കൊരു വചനം കാണിച്ചു കൊടുത്തു. ഏതാണെന്നറിയാമോ? അത് അവൾക്കത് പരസ്യമായിട്ട് സാക്ഷ്യം പറയാനുള്ള എങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വചനം കാണിച്ചു കൊടുത്തു. പ്രഭാഷകം 15:5 എടുത്ത് അവൾ അവന് അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. അടുത്ത സമൂഹമധ്യേ സംസാരിക്കാൻ, അതാണ് വിഷയം. സമൂഹമധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും. അപ്പം നമ്മൾ പബ്ലിക് സ്പീച്ച് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ശരിക്കും. അത് അവൾക്ക് കൊടുത്തു. അവൾ ടിക്കറ്റ് പോലെ സാക്ഷ്യം പറഞ്ഞ കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.